പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പ്രഖ്യാപനം ഇന്ന്. വിവാദമായ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിജ്ഞാപനം ചെയ്യും. പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും നിലവിൽ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർക്കെ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. പുതിയ ചട്ടങ്ങളനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും ഇതിന്റെ ഭാഗമായി നിലവിൽ വരാൻ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് നീക്കം. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ 2019 പാസ്സായ പൗരത്വ ഭേദഗതി നിയമം 1955 മുതൽ രാജ്യത്ത് നിലനിൽക്കുന്ന പൗരത്വ നിയമത്തിലെ വ്യവസ്ഥകളെ ഭേദഗതി ചെയ്യുന്ന നിയമം അത് യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടായിരുന്നത് 2019 നിയമം പാസ്സായെങ്കിലും ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നില്ല. കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലും ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് നടപടികൾ തുടങ്ങിയപ്പോൾ രാജ്യത്താകമാനമുണ്ടായ പ്രതിഷേധങ്ങളുടെ ആ ഒരു വ്യാപ്തി ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് സർക്കാരിനെ തടഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ തവണ പശ്ചിമബംഗാൾ സന്ദർശനം നടത്തിയ ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയതുപോലെ CAA ചട്ടങ്ങൾ അത് പ്രസിദ്ധീകരിക്കും തങ്ങളുടെ ഭരണ കാലാവധിയിൽ തന്നെ എന്ന നിലപാട് അത് യാഥാർത്ഥ്യമാക്കുന്ന നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും. ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള നടപടിക്രമം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ വിവക്ഷിക്കാം. പക്ഷേ ഈ നിയമം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത് അനിവാര്യമായത് കൊണ്ട് തന്നെ നടന്നിരുന്ന പ്രതിഷേധങ്ങളുടെ ആ ഒരു വ്യാപ്തി അത് വീണ്ടും ഉണ്ടാകുമോ രാജ്യത്ത് എന്ന വിധത്തിൽ ആശങ്ക ഉയർത്തുന്നത് കൂടിയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഈ ചട്ടങ്ങൾ പ്രഖ്യാപിക്കട്ടെ അഥവാ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യട്ടെ അതിനുശേഷം പ്രതികരിക്കാം എന്ന നിലപാടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. SBIക്ക് വൻ തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് കനത്ത തിരിച്ചടി. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും നാളെ വൈകിട്ട് 5:30 മുൻപ് കൈമാറാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ജൂൺ 31 വരെ സമയം വേണമെന്ന ആവശ്യം തള്ളി. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സുപ്രീം കോടതി താക്കീത് നൽകി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാവകാശം വേണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്. ഇനി കൂടുതൽ സമയം അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ ഉടൻ കൈമാറണം. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 15-ന് തന്നെ പ്രസിദ്ധീകരിക്കുകയും വേണം. വിവരങ്ങൾ കൈമാറുന്നത് സങ്കീർണമായ പ്രക്രിയയാണെന്നും അതിന് ജൂൺ 30 വരെ സമയം വേണമെന്നുമായിരുന്നു വാദം. ആരുടെ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയെന്ന വിവരം ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മുദ്രവെച്ച കവർ കോടതി തുറന്നു. തുടർന്നാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. സ്വാഗതാർഹമായ ഉത്തരവെന്ന് ഹർജി നൽകിയ കക്ഷികളിലൊന്നായ CPIM. Well, this Supreme Court judgment is a big step forward in ensuring transparency of political funding and particularly electoral funding. ബോണ്ട് വഴി കിട്ടിയ പണത്തിന്റെ കണക്കുകൾ മൂടിവെക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. 24 ഡൽഹി. അഗ്നി 5 മിസൈൽ പരീക്ഷണം വിജയകരമാക്കിയ DRDO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MIRV സാങ്കേതികവിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചാണ് അഗ്നി 5 രൂപകൽപ്പന ചെയ്തത്. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലായിരുന്നു അഗ്നി 5 പരീക്ഷണം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആർക്കെ, വലിയ നേട്ടമാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാജ്യത്തിൻ്റെ ദിവ്യാസ്ത്രം എന്ന് നമുക്ക് ഈ അഗ്നി 5-നെ വിളിക്കാം. കാരണം അതിൻ്റെ പരിധികൾ ഏതാണ്ട് 5000-ഓളം കിലോമീറ്റർ താണ്ടും എന്നുള്ളത് തന്നെയാണ്. ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തിയിരുന്ന പ്രതിരോധ മേഖലയിലെ ആ ഒരു വെല്ലുവിളി അതിനെ നേരിടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് ഈ അഗ്നി 5-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുകളിൽ ഒന്നായി ഇന്ത്യക്ക് ഇനി മാറാനായിട്ട് പോകുന്നുണ്ട്. ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള രാജ്യ തലസ്ഥാനമായിട്ടുള്ള ബീജിങ്ങിനെയും ഒപ്പം വാണിജ്യ മേഖലയായിട്ടുള്ള ഷാങ്ഹായ് അടക്കമുള്ള നഗരങ്ങളെയും ലക്ഷ്യം വയ്ക്കാനായിട്ട്
കെൽപ്പുള്ളതാണ് ഇന്ത്യയുടെ ഈ അഗ്നി-5. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഗവേഷണ പരിപാടികൾക്ക് അഥവാ ഗവേഷണ പദ്ധതികൾക്ക് പദ്ധതികളിലെ ഏറ്റവും വലിയ വിജയം ഒന്ന് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ അഗ്നി-5ന്റെ ഭാഗമായ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരെയും ശാസ്ത്ര സമൂഹത്തെയും DRDOയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന നിമിഷമാണ് ഇത് എന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശരി, RK രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ നിയമനം ചോദ്യം ചെയ്താണ് ഹർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒഴിവുകൾ നികത്താൻ നിയമന സമിതിയുടെ യോഗം വെള്ളിയാഴ്ച ചേരും. അരുൺ ഗോയലിന്റെ രാജിക്ക് കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള തർക്കം എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജി ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഒഴിവുകൾ നികത്താൻ വെള്ളിയാഴ്ച നിയമന സമിതി യോഗം ചേരാനിരിക്കെയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ നിയമന സമിതി ഭരണകക്ഷിയുടെ ആധിപത്യം പ്രകടമാക്കുന്നതാണെന്നും ചീഫ് ജസ്റ്റിസിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ നീതിയുക്തവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണ് കേന്ദ്രം നടത്തിയതെന്നും ആരോപണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള അഭിപ്രായ ഭിന്നതകളാണ് അരുൺ ഗോയലിന്റെ രാജിക്ക് പിന്നിലെന്നും സൂചനയുണ്ട്. ശിവസേന ഭിന്നതയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തീരുമാനത്തിൽ അരുൺ ഗോയലിന് വിയോജിപ്പുണ്ടായിരുന്നതായാണ് വിവരം. നിയമസഭാ കക്ഷി ഭൂരിപക്ഷത്തിനൊപ്പം സംഘടനാപരമായ ഭൂരിപക്ഷവും പരിശോധിക്കപ്പെടണമെന്ന അരുൺ ഗോയലിന്റെ അഭിപ്രായം പരിഗണിക്കാതെയാണ് വിഷയത്തിൽ തീരുമാനമെടുത്തത്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും അരുൺ ഗോയൽ പങ്കെടുത്തിരുന്നില്ല. 24 ഡൽഹി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തയ്യാറെടുത്ത് BJPയും കോൺഗ്രസും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് CPI പിന്മാറി. സംസ്ഥാനത്ത് എറണാകുളം, വയനാട്, ആലത്തൂർ, കൊല്ലം എന്നിവയാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയാകും രണ്ടാം ഘട്ട പ്രഖ്യാപനം. പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും സസ്പെൻസ്. 195 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഡൽഹി, ഹരിയാന ഉൾപ്പെടെ സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് ചർച്ച നടക്കും. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പ്രധാന നേതാക്കളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. രാഹുൽ ഗാന്ധിയെ വയനാട് കൂടാതെ അമേഠിയിലും പ്രിയങ്കയെ റായ്ബറേലിയിലും മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്, സച്ചിൻ പൈലറ്റ് എന്നിവർ മത്സരരംഗത്തിറങ്ങണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി ജാർഖണ്ഡിലെ 8 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് CPI പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികളെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന ഘടകം വ്യക്തമാക്കി. സീറ്റ് വിഭജന ചർച്ചയിലെ മെല്ലപ്പോക്കാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPIയെ പ്രേരിപ്പിച്ചത്. CPIയുടെ നീക്കത്തിനെതിരെ ജാർഖണ്ഡ് മുക്തി മോർച്ച രംഗത്തെത്തി. 24 ഡൽഹി. തമിഴ്നാട്ടിൽ NDAയിൽ ചേരാനില്ലെന്ന് വ്യക്തമാക്കി അന്തരിച്ച ചലച്ചിത്ര താരവും മുൻ പ്രതിപക്ഷ നേതാവുമായ വിജയകാന്തിന്റെ DMDK. ചർച്ചയ്ക്ക് BJP സമയം അനുവദിച്ചില്ലെന്ന് പാർട്ടി അധ്യക്ഷ പ്രേമലത വിജയകാന്ത് പറഞ്ഞു. അമ്മ മക്കൾ മുന്നേറ്റ കഴകം NDA സഖ്യത്തിനൊപ്പമാണെന്ന് ജനറൽ സെക്രട്ടറി TTV ദിനകരൻ അറിയിച്ചു. പശ്ചിമ ബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. CBI അന്വേഷണം വേണമെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാൾ സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പശ്ചിമ ബംഗാൾ സർക്കാരിനും പോലീസിനുമെതിരെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നീക്കി. സന്ദേശ് ഖലിയിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസാണ് കൽക്കട്ട ഹൈക്കോടതി CBIക്ക് കൈമാറിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. പൗരത്വ നിയമഗതി ഭേദഗതി വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ വിജ്ഞാപനം എന്ന വിവരം പുറത്തു വന്നതാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കം നേരത്തെ തന്നെ അവർ നിലപാട് വ്യക്തമാക്കിയതുമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. വലിയ പ്രതിഷേധങ്ങളടക്കം നേരത്തെ ഈ വിഷയത്തിലുണ്ടായാണ്. രാധാകൃഷ്ണൻ വിവരങ്ങൾ വച്ചിരുന്നു. ആർക്കെ അങ്ങനെ വിജ്ഞാപനം വന്നിരിക്കുന്നു, വിവരങ്ങൾ?
ഈ വിജ്ഞാപനം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. ചട്ടങ്ങളാണ് ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1955 നിയമത്തെ ഭേദഗതി ചെയ്യുന്നതാണ് പുതിയ ചട്ടങ്ങൾ. ഈ ചട്ടങ്ങൾ അനുസരിച്ച് അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ഈ ചട്ടങ്ങൾ പറയുന്നത് അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 മതസ്ഥർക്ക് രാജ്യത്ത് പൗരത്വം ലഭിക്കാൻ അപേക്ഷിക്കാനായിട്ടുള്ള അർഹതയാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ നൽകുന്നത്. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തി 6 വർഷം ഇവിടെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത്. ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതവിശ്വാസികൾക്കാണ് ഈ ബില്ല് പ്രകാരം, ഈ ചട്ടങ്ങൾ പ്രകാരം പൗരത്വം ലഭിക്കാനായിട്ടുള്ള അർഹത ഉണ്ടാവുക. അയൽ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിട്ട് കൊണ്ടിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുന്നതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചട്ടം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ BJPയും കേന്ദ്ര സർക്കാരും ഈ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ അഥവാ ബർമയിലെ ഹിന്ദുക്കളെ അങ്ങനെയുള്ളവരെ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശ്രീലങ്കയിലെ വിഭാഗങ്ങളെ, ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളാണെങ്കിലും ഇന്ത്യയിലേക്ക് എത്തിയവരെ ഈ ബില്ലിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ബില്ല് വഴി പൗരത്വം നേടാം എന്ന സൂചന ഈ ചട്ടങ്ങൾ നൽകുന്നില്ല. ഇത് വലിയ രീതിയിൽ ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന വിധത്തിലാണ് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് എത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പൗരത്വം നഷ്ടമാകും എന്നുള്ളതും ഈ വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് നമുക്ക് ഇതിൽ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ആർക്ക് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. നേരത്തെ ഈ വിഷയത്തിലുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾക്കറിയാം. സ്വാഭാവികമായും അത്തരത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെയുള്ള നിലപാട് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള വിജ്ഞാപനം എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയം കൂടി വ്യക്തമാണല്ലോ. ആർക്കെ തീർച്ചയായിട്ടും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തങ്ങൾ ഉയർത്തും എന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഒരു രൂപം എങ്ങനെയായിരിക്കും, ഭാവം എത്രത്തോളം തീവ്രമായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇത് പ്രഖ്യാപനം വന്നതിന് ശേഷം, വിജ്ഞാപനം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതിന് വ്യക്തമാകുന്ന വിധത്തിലേക്ക് അടുത്ത നടപടിക്രമങ്ങൾ ഉണ്ടാകും, അവരുടെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് 1955 മുതലുള്ള നടപടിക്രമങ്ങൾക്ക് മാറ്റമുണ്ടാവുകയാണ്. ഒരു വെബ്സൈറ്റ് നിലവിൽ വരും. ആ വെബ്സൈറ്റിലായിരിക്കും ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അധികാരം ഉണ്ടാവുക. അങ്ങനെയുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പൗരത്വം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഈ 1985 നിലവിൽ വന്ന ഈ അസം ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ ലംഘനമായിട്ട് മാറുന്ന വിധത്തിൽ ഈ പുതിയ ചട്ടങ്ങൾ മാറുമോ എന്നൊരു ആശങ്ക കൂടി ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ അവകാശവാദങ്ങൾ വരുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സർക്കാർ എന്ന ക്രെഡിറ്റുമായിട്ടാണ് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ BJPയുടെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഇത് മാറുകയും ചെയ്യും. നമ്മൾ ഈ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് പൗരത്വത്തിനുള്ള അവകാശത്തിനുള്ള അർഹത ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയും ജൂതർ, ബഹായികൾ അങ്ങനെയുള്ള മതവിഭാഗങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല. ഫലത്തിൽ ആ മത വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്കും ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൗരത്വം അപേക്ഷിക്കാനായിട്ട് ഈ നിയമം അനുസരിച്ച് പൗരത്വം അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒപ്പം തന്നെ ഏതെങ്കിലും മതവിഭാഗത്തിൽ പെടാത്ത, മതവിശ്വാസമില്ലാത്ത നാസ്തികരായിട്ടുള്ള ആളുകൾക്ക് പൗരത്വ അവകാശം നൽകാനായിട്ടും ഈ നിയമം അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന, പുറത്ത് വന്നിരിക്കുന്ന ഈ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്
ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. BJP അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് രണ്ടാം ഘട്ടം നടക്കാനായിട്ട് പോവുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി അടക്കം BJPയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദിവസം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് പരാമർശത്തിന്റെ രീതിയിൽ നേരിട്ട് സർക്കാരിനെ അല്ല SBI ആണ് വന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനത്തിന്റെ കുന്തമുന സർക്കാരിന്റെ നേരെ നീളുന്ന ഒരു സാഹചര്യത്തിൽ ഈ CAA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അതിൽ നിന്നുള്ള ഒരു ശ്രദ്ധ തിരിക്കൽ കൂടിയായി മാറുന്ന ഒരു സാഹചര്യമായി നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഉന്മേഷ്. തുടരുക. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. പൗരത്വ നിയമഗതി ഭേദഗതി വിജ്ഞാപനം, ഇതിൽ സ്റ്റേ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കും മുസ്ലിം ലീഗ് എന്നുള്ള ET മുഹമ്മദ് ബഷീർ MPയുടെ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് തന്നെ നിയമപരമായി പോരാട്ടം ആരംഭിച്ചതാണ്, അതിന്റെ തുടർച്ച ഇനിയുണ്ടാകും. ചർച്ചകൾ നടത്തി പ്രക്ഷോഭത്തിന്റെ രൂപം തീരുമാനിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ ആ പുതിയ നിയമത്തിലേക്ക് രാജ്യം പോവുകയാണ്. ഒരു നിമിഷം ET മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയതിനു ശേഷം ആർക്കിലേക്ക് എത്താം. പ്രതികരണത്തിലേക്ക്. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം ഇതിനെതിരായി നേരത്തെ വന്നിരുന്നുവെന്ന കാര്യം നമുക്കറിയാം. എത്രയോ പേരുടെ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്ന ഒരു സംഗതിയാണിത്. ഞങ്ങളാകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, നിയമപരമായ പോരാട്ടത്തിൽ ഇന്ത്യയിലെ മറ്റാരെക്കാളും മുമ്പിൽ നിൽക്കുകയും ഒന്നാമത്തെ പെറ്റീഷനായി ഈ CAA നടപ്പിലാക്കുന്നതിനെതിരായി ഞങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ റൂൾസ് ഫ്രെയിം ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടു. അതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ നേരത്തെ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴതിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതിനെ തന്നെ സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിക്കാൻ ആലോചിക്കുകയാണ്. കേരള ഗവർണറുടെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നതാണ്, മുസ്ലിം വിരുദ്ധമല്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നത്. അപ്പോൾ ലീഗ് ഇപ്പോൾ തന്നെ നിലപാട് പറഞ്ഞു, കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത അവർ പരിശോധിക്കുന്നു. ആ നിലയ്ക്ക് നിയമപോരാട്ടങ്ങൾ ഒരു ഭാഗത്ത്, പ്രതിഷേധങ്ങൾ മറുഭാഗത്ത്. അങ്ങനെയല്ലേ ഈ വിജ്ഞാപനം വന്നതിന് ശേഷമുള്ള രാജ്യത്തെ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള നടപടി ക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നമുക്ക് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നേരത്തെ ET മുഹമ്മദ് ബഷീർ പരോക്ഷമായിട്ട് സൂചിപ്പിച്ച ഭരണഘടന നൽകുന്ന തുല്യത എന്ന അവകാശം ആർട്ടിക്കിൾ 14 ലംഘനമാകും എന്ന വിമർശനമാണ് പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനായിട്ടുള്ള അവസരം ഇത് നൽകുന്നതാണ്. ആ ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യം അത് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. ഈ വിഷയത്തിൽ CAA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സർക്കാർ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ഇത് കൃത്യമായിട്ടും 1955 പൗരത്വ ഭേദഗതി നിയമം അത് ഭേദഗതി ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ നയപരമായിട്ടുള്ള തീരുമാനമാണ് എന്നതാണ് സർക്കാർ പറഞ്ഞിരുന്നത്. അത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ നിരാകരിക്കുന്ന ഒന്നാണ് എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഈ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർ എന്ന തലവാചകത്തിനുള്ളിൽ വിവക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പൗരത്വം ഇന്ത്യൻ പൗരത്വമാക്കാൻ വേണ്ടി അനുവാദം നൽകുന്ന അതാണ് ഈ നിയമനിർമ്മാണം. ഇത് ലഭിക്കാനായിട്ട് നേരത്തെ നമ്മുടെ പൗരത്വം ലഭിക്കണമെങ്കിൽ വേണ്ടിയിരുന്ന കാലാവധി 11 വർഷക്കാലം ആണ്. 11 വർഷക്കാലമായിട്ട് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിലാണ് ഈ പൗരത്വം ലഭിക്കാനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഉള്ള അർഹത ഉണ്ടാക്കുക. പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് 6 വർഷമായി ഇളവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. വലിയ കാര്യം ഇപ്പോഴുള്ള ഈ പൗരത്വം നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രവാസി പൗരന്മാർ എന്ന വ്യവസ്ഥയുടെ കീഴിൽ ഇവർ ഏതെങ്കിലും നിയമലംഘനം നടത്തിയാൽ പൗരത്വം റദ്ദാക്കാനായിട്ടുള്ള കാര്യവും ഈ ബില്ല് വഴി സാധിക്കും എന്നുള്ളതാണ് ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചട്ടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഈ നടപടിക്രമങ്ങളെ വലിയ വിമർശന രീതിയിൽ തന്നെ സമീപിക്കുന്നു. കോൺഗ്രസ് തുടരുക. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മമതാ ബാനർജി, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു. ഇത് വടക്കിഴക്കൻ മേഖലകളിലടക്കം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നുവെന്നാണ് മമതയുടെ പ്രതികരണം. നമുക്കറിയാം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം തുടങ്ങിയ ഘട്ടങ്ങളിലൊക്കെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങളുണ്ടായ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. അത് നാളുകൾ നീണ്ടുന്നതാണ്. അത്തരം സമരങ്ങളൊക്കെ ആ മേഖലയിൽ സ്വാഭാവികമായും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തയിലൂടെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹം അറിഞ്ഞെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയ നിലപാട് PK കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള വാദം, അത് മുസ്ലിം ലീഗിന്റെ പൊതുവാദമാണ്. ആ വാദം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. ആർക്കെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചട്ടങ്ങൾ, വ്യവസ്ഥകൾ എന്നതൊക്കെ വ്യക്തമായതായിരുന്നുവല്ലോ ഏറെക്കുറെ. വിജ്ഞാപനം പുറത്തു വരുമ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഇത് ഇതുവരെ വായിച്ചത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു മാറ്റമെന്ന് പറയാൻ പറ്റുന്ന ഒന്ന് ദൃശ്യപരമായിട്ട് ഇതുവരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. മറിച്ച് പ്രഖ്യാപിച്ചിരുന്ന ആ ആശയങ്ങളെ അതേ വിധത്തിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അഥവാ ഈ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് നിബന്ധനകൾ ഉള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായിട്ട് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു, ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവസ്ഥകളിൽ വെള്ളം ചേർക്കാനായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ബില്ലുകളിൽ ഏതെങ്കിലും വെള്ളം ചേർക്കാനായി തങ്ങൾ തയ്യാറാകുന്നില്ല എന്ന ഒരു പ്രസ്താവന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇപ്പോൾ നമ്മളത് നോക്കുമ്പോഴും ഇതിൽ വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ 1955 പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള ആർക്കും ഈ അച്ഛനമ്മമാരിൽ ആരെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലും 11 വർഷമായിട്ട് ഇന്ത്യയിൽ സ്ഥിരതാമസം ആക്കിയാൽ അവർക്ക് പൗരത്വത്തിന് അവകാശമുണ്ടായിരുന്നു. ആവശ്യമായിട്ടുള്ള യാത്രാരേഖകൾ കൂടാതെ രാജ്യത്ത് പ്രവേശിക്കുകയും ഈ അനുവദിക്കുന്നതിൽ കൂടുതൽ കാലം താമസിക്കുകയും ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്നതാണ് ഈ നിർവചനത്തിന് കീഴിലാക്കി കൊണ്ടുവന്നിരുന്നത്. ഈ നിർദ്ദിഷ്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളിൽ 3 രാജ്യങ്ങൾ, ഈ പുതിയ ഭേദഗതിയുടെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് 3 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. മുസ്ലിം മതവിഭാഗങ്ങൾക്ക് മതവിഭാഗത്തിന് ഉപരിയായി ആ വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 6 മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ജൂതമത വിശ്വാസികളുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബഹായികളുടെ പേര് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കും ഇതിന്റെ ഭാഗമായിട്ട് ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്. ഈ ഭേദഗതി ബില്ലുകളുടെ കാര്യത്തിൽ ഈ അസമിന്റെ ഉയർത്തിയിരുന്ന ഒരു പ്രതിഷേധമുണ്ട്. ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അസമിൽ ഉണ്ടായിരുന്ന ജനസംഖ്യാപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ തകർക്കുന്ന വിധത്തിൽ അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അസ്വസ്ഥതയ്ക്ക് കാരണമാകും എന്നുള്ള ആശങ്ക വ്യാപകമായി നിൽക്കുന്ന ഒരു സാഹചര്യം BJP ഉയർത്തിക്കാട്ടിയിരുന്നു. അതിനെ കൂടി അവർ അത് അംഗീകരിക്കുന്നു. പുതിയ നിയമനിർമ്മാണവും പുതിയ ചട്ടങ്ങളും വഴി ആ വിധത്തിലുള്ള പ്രതിഷേധങ്ങളെ അവരുടെ സംഘടനാപരമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് ഈ ചട്ടങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പൊതുവിൽ നോക്കി ഇതിന് വിലയിരുത്തുമ്പോൾ ഈ 2019 എന്താണോ ഈ നിയമം കൊണ്ട് BJP ലക്ഷ്യമിട്ട് രാഷ്ട്രീയമായിട്ട് വിശദീകരിച്ചത്, അതിന്റെ പ്രതിഫലനം ഈ ചട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരിയാർക്കെ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ ഈ നിയമ വിജ്ഞാപനം വന്നിരിക്കുന്നത്, ഭേദഗതി വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ അത് പുറത്തിറങ്ങുമെന്ന് നേരത്തെ വാർത്ത വന്നു. തൊട്ടു പിന്നാലെ വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തു. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. അല്ല, ഞങ്ങൾ കേസും കൊണ്ട് അവിടെ കേസ് സുപ്രീം കോടതിയിലുണ്ട്. ആ കേസിൽ അഫിഡവിറ്റ് വന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ. അതിലാണ് ഞങ്ങളുടെ കേസിലാണ് അഫിഡവിറ്റ് വന്നത്, നടപ്പിലാക്കൂല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇലക്ഷന്റെ മുമ്പ് ഇലക്ഷൻസ് രണ്ടാണ്. അതിലപ്പുറമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നടപ്പിലാവാൻ പോകുന്നില്ല. ജാതി മത അടിസ്ഥാനത്തിൽ പൗരത്വം എന്നത് ലോകം അംഗീകരിക്കുന്ന കാര്യമല്ല, ലോകത്തെവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്. Everybody assured them, you will have the right to come to India any time of your choice, and you will be given full citizenship rights. They were not the people. Why they have been punished? It will only be fulfillment of the promise, the assurance which was given to those people who the 75-year-old history shows how they have been persecuted in Pakistan. क्योंकि इससे पहले भी आपने कहा है कि पहले मेरे को रूल्स देखने दीजिए. आई एम जस्ट वॉचिंग द नोटिफिकेशन. अभी नोटिफिकेशन नहीं निकाला.
रूल्स ने निकाला। रूल्स नोटिफिकेशन में अगर हम देखेंगे कि ये डिप्राइव कर रहा है लोगों का अधिकार को, तो हम उसको खिलाफ में लड़ेंगे। तो 2020 साल में एक कानून पास हुआ था, उसका बाद 4 साल बीत गया, लेकिन अभी चुनाव जब आते हैं एक कुछ गाप गप करते हैं, ये भी एक गाप गप है, लेकिन असली फायदा किसी को नहीं मिलेगा। രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വടക്കിഴക്കൻ മേഖലയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും ഈ വിജ്ഞാപനം എന്നാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ പ്രതികരണം പുറത്തു വരുന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.